ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൺ ഹിയർ ഹാർ സം സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ പിക്ചർ. അപ്പോൾ ഈ പിക്ചർ കണ്ടല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ ഉള്ളത്. 4 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഓക്കെ, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? 1/2 പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്. സർക്കിളിൻ്റെ 1/2 പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 1/4 പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്. നെക്സ്റ്റ് 1/3 പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്. ലാസ്റ്റ് ഓപ്ഷൻ 1/5 പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം കണ്ടത് ഇത് ഷെയ്ഡ് ചെയ്ത ഭാഗം എത്ര എന്നാണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, ഇതൊരു സർക്കിളാണ്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞിരുന്നു ഒരു സർക്കിളിൻ്റെ സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 360 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഷെയ്ഡ് ചെയ്തത് ഇതാണ്, കറക്റ്റാണ്. ഇവിടെ എത്ര ഷെയ്ഡ് ചെയ്തതൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് ആംഗിൾ കണ്ടാൽ അറിയാം. എന്തറിയാം? ദിസ് ഈസ് 90 ഡിഗ്രി. ഇത് 90 ഡിഗ്രി ആണ്. അപ്പോൾ നമുക്കിതറിയാം. നമ്മളെങ്ങനെ ചെയ്യും? 90 ഡിഗ്രി ആണല്ലോ, 90 ഡിഗ്രി ബൈ 360. അതായത് 360ൽ 90 ഡിഗ്രിയാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യാം. ഓക്കെ, 0യും നമ്മൾ കട്ട് ചെയ്തു. 9ൽ 36 എത്ര ടൈംസ് ആണ്? നമ്മൾക്കറിയാം 9, 18, 27, 36 അല്ലേ? 4 9s are 36. അപ്പോൾ 9ൽ 36 4 ടൈംസ് ആണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? 1/4 കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഈ രണ്ടാമത്തെ ആൻസറാണ്, രണ്ടാമത്തെ ഓപ്ഷനാണ് നമ്മളുടെ ആൻസർ. 1/4 പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് തന്നത്? ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓൺലി ഓപ്ഷൻ 1 ഓൺലി കറക്റ്റ്, ഓപ്ഷൻ 1 and 2 ആർ കറക്റ്റ്, ഓപ്ഷൻ 2 ഓൺലി കറക്റ്റ്, ഓപ്ഷൻ 4 ഓൺലി കറക്റ്റ്. അപ്പോൾ നമ്മൾ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഇതല്ല നമ്മുടെ ആൻസർ. അപ്പോൾ ഓപ്ഷൻ 2 ഈസ് കറക്റ്റ് എന്നുള്ള ഇതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ആരും വെറീഡ് ആവേണ്ട. ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം നമ്മളിങ്ങനെ സർക്കിൾ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർമ്മ വെക്കുക, താഴെ എഴുതേണ്ടത് 360 ആണ്. ഇനി ചിലപ്പോൾ ഇവിടെ 90 ഡിഗ്രി തരാം, ചിലപ്പോൾ 100 ഡിഗ്രി തരാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ശരിക്കും ഇങ്ങനെ തരുമ്പോൾ നമുക്ക് എന്താ പറയുക, ഡിവിഷൻ ചെയ്യാൻ പാകത്തിനുള്ള നമ്പേഴ്സ് തരും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഡിവിഷൻ ചെയ്യാൻ പാകത്തിനുള്ള നമ്പറേ നിങ്ങൾക്ക് അധികവും തരുള്ളൂ. അപ്പോൾ 90/360 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിവിഷൻ ചെയ്താൽ 1/4 കിട്ടും. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആംഗിൾ ഓഫ് ഷെയ്ഡഡ് സെക്ടർ ബൈ ടോട്ടൽ ആംഗിൾ ഓഫ് ദ സർക്കിൾ. അപ്പോൾ ഷെയ്ഡഡ് ചെയ്ത് എത്രയാണ്? 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ബൈ 360. അപ്പോൾ നമ്മളങ്ങനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് 1/4 കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമ്മുടെ വോളിയവുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. എ റെക്ടാങ്കുലർ ബോക്സ് ഹാസ് വോളിയം ഓഫ് 80 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഒരു റെക്ടാങ്കുലർ ബോക്സിന് വോളിയം എത്ര ഉണ്ട്? 80 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കുഡ് ബി ഇറ്റ്സ് ഡയമെൻഷൻ. അപ്പോൾ അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും വിഡ്ത്താകാൻ ചാൻസ് ഉള്ളത് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതാണ് ചാൻസ് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ ആണോ, ഓപ്ഷൻ ബി ആണോ, സി ആണോ, ഡി ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഇതിന് ഓരോന്നും നമ്മൾ ചെയ്ത് നോക്കണം. ആദ്യം നമ്മൾ 4 ഇൻറ്റു, നമുക്കറിയാം വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു വിഡ്ത്താണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ലെങ്ത്ത് ബ്രെഡ്ത്ത് വിഡ്ത്ത് ഇത് ഇൻറ്റു ചെയ്തിട്ട് നമുക്ക് 80 കിട്ടുക വെച്ചാൽ ആ ഓപ്ഷൻ ശരിയാണ്. ഇപ്പോൾ നമ്മളിവിടെ എല്ലാ ഓപ്ഷനും വർക്കൗട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം. ആദ്യത്തെ 4 ഇൻറ്റു 4 ഇൻറ്റു 4. അപ്പോൾ നമുക്കറിയാം 4 ഇൻറ്റു 4 എന്ന് പറയുന്നത് 16. 16 ഇൻറ്റു 4 6 ഇൻറ്റു 4 24. 2 1 ഇൻറ്റു 4 +2 64. അപ്പോൾ ആദ്യത്തേത് 64 ആണ്. അപ്പോൾ അത് ശരിയാണോ?
അത് ശരിയല്ല. 80 കിട്ടണം നമുക്ക്. നെക്സ്റ്റ് 5 ഇൻറ്റു 4 ഇൻറ്റു 3. 5 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ എത്ര? 20. 20 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60. അത് ശരിയാണോ? അല്ല. അപ്പോൾ ഈ ഓപ്ഷനും ശരിയല്ല. ഇനി അടുത്ത 8 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 40. 40 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 40 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 80. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതും കൂടി ഒന്ന് നോക്കാം. 10 ഇൻറ്റു 2 എന്ന് പറയുന്നത് 20. 20 ഇൻറ്റു 2 എന്ന് പറയുന്നത് 40. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ് ശരിയായ ആൻസർ. ഇതാണ് ലെങ്ത്തും ബ്രെഡ്ത്തും വിഡ്ത്തും ശരിയായിട്ട് വരുന്നത്. ബാക്കിയൊന്നും നമുക്ക് ഇൻറ്റു ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല? 80 കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് നോക്കിയാണ്. 4 ഇൻറ്റു 4 നമുക്ക് ആദ്യത്തെ ചെയ്തപ്പോൾ 64 കിട്ടി. രണ്ടാമത്തേത് 60 ആണ് കിട്ടിയത്. മൂന്നാമത്തെ ഓപ്ഷനാണ് നമുക്ക് 80 കിട്ടിയത്. അപ്പം കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ ആൻഡ് 2 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒരു അക്വേറിയവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. Aquarium has an inner length of 60 centimeter, width 30 centimeter, height of 40 centimeter. How much water in liters is needed to fill aquarium to the top? അപ്പോൾ ഒരു aquarium ഉണ്ട്, അതിൻ്റെ ലെങ്ത് 60 ആണ്, വിഡ്ത്ത് അതാണ് 30 ആണ്, ഹൈറ്റ് 40 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ, ഈ അക്വേറിയത്തിൻ്റെ ഉള്ളിൽ വെള്ളം നിറയ്ക്കും. ഇവിടെ വരെ വെള്ളം നിറയ്ക്കണം. അപ്പോൾ എത്ര വെള്ളം ലിറ്റേഴ്സിലാണ് വേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ വോളിയം കണ്ടുപിടിക്കണം. വോളിയത്തിൻ്റെ ഫോമുല അവിടെ എഴുതി വെക്കുക. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു വിഡ്ത്ത് എന്ന് എഴുതി വെക്കുക. പിന്നെ ലെങ്ത് ഈക്വൽ ടു 60 സെൻറ്റിമീറ്റർ ആണ്, ബ്രെഡ്ത്ത് ഈക്വൽ ടു വിഡ്ത്ത് ഈക്വൽ ടു 30 സെൻറ്റിമീറ്റർ ആണ്, നെക്സ്റ്റ് ഹൈറ്റ് ഇൻറ്റു 40 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇൻറ്റു ചെയ്തിട്ട് ആ കിട്ടിയ ആൻസറിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവിഷൻ ചെയ്യണം? ലിറ്റേഴ്സ് എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ 1000 കൊണ്ട് ഡിവിഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, the volume of aquarium is found by multiplying its length, width and height. 60 into 30 into 40. അപ്പോൾ 60 into 30 എന്ന് പറയുമ്പം തന്നെ 6 into 3. 6 into 3 എന്ന് പറഞ്ഞാൽ 18 അല്ലേ? അപ്പോൾ 18 into 4 എന്ന് പറയുമ്പം 4 into 4, 8 4s are 32, balance 3, 1 4s are 4, 4 plus 3 7. ഓക്കെ, 72. പിന്നെ നമ്മൾ ഇതിൻ്റെയൊക്കെ സീറോസ് ആഡ് ചെയ്ത് 1 2 3 സീറോസ് ഉണ്ട്, അത് ഇവിടെ എഴുതി. അപ്പോൾ നമുക്ക് ഇത് ഇൻറ്റു ചെയ്തപ്പോൾ, ഇൻറ്റു ഒക്കെ വളരെ ശ്രദ്ധിക്കണം. ഒരു ഇൻറ്റുവിൽ പഴച്ചാൽ പിന്നെ നമ്മുടെ പ്രോബ്ലം മുഴുവനും തെറ്റിപ്പോകും. അതുകൊണ്ട് ഡബിൾ ചെക്ക് ചെയ്യണം. ഒന്ന് ഇൻറ്റു ചെയ്ത് നോക്കി പിന്നെ അത് ശരിയാണോ നോക്കണം. എന്നിട്ട് നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാവൂ. അല്ലെങ്കിൽ നമ്മുടെ ആദ്യമേ നമ്മുടെ ഇൻറ്റു തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോബ്ലം മൊത്തത്തിൽ തെറ്റിപ്പോകും. അപ്പോൾ നമ്മൾ ഇത് ചെയ്തു. 6 ഇൻറ്റു 30 ഇൻറ്റു 40 സെൻറ്റിമീറ്റർ 72,000 ക്യൂബിക് സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ക്യൂബിക് സെൻറ്റിമീറ്ററിനെ ലിറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. വി ഹാവ് ടു കൺവേർട്ട് ക്യൂബിക് സെൻറ്റിമീറ്റർ ടു ലിറ്റേഴ്സ്. അപ്പോൾ എല്ലാ സമയത്തും ഈ ലിറ്റേഴ്സിൽ തന്നെ ഉള്ളൂ ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുക. കൺവേർട്ട് ചെയ്യാൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി ഡിവൈഡ് ബൈ 1000. അപ്പോൾ നമ്മൾ 1000 കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? 72,000 ആണ്. അപ്പോൾ ലിറ്റേഴ്സ് കണക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 1000. ഓക്കെ, അപ്പോൾ 1000 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ ഒരു പ്രശ്നമില്ല. 0 0 കട്ട് ചെയ്തു, 0 0 കട്ട് ചെയ്തു, 0 0 കട്ട് ചെയ്തു. ഇവിടെ എന്താ ഉള്ളത്? 72/1. 72/1 എന്ന് പറഞ്ഞാൽ എന്താ? 72. ദാറ്റ് ഈസ് ഈക്വൽ ടു 72. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 72 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഉണ്ടെന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതും കിട്ടി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. ഇഫ് ദ അക്വേറിയം ഇൻ പാർട്ട് ബി ഈസ് ബിൽഡ് വിത്ത് 36 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ, വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് വാട്ടർ ലെവൽ? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത്, അതായത് അക്വേറിയം ഇനി നമ്മളിപ്പം കണ്ടുപിടിച്ച എന്താണ്? നമുക്ക് 72 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഉണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. നേരെ തിരിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. 36 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ അവിടെ ഉണ്ട്, എന്നാൽ ഹൈറ്റ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൈറ്റിലുള്ള ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. ബാക്കി ലെങ്ത്തും വിഡ്ത്തൊക്കെ സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ വോളിയം ഓഫ് വാട്ടർ ഈസ് 36 ലിറ്റേഴ്സ് എന്നാണ്. അപ്പോൾ 36 ലിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര ക്യൂബിക് സെൻറ്റിമീറ്റർ ആയിരിക്കും? നേരത്തെ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. 36 ലിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അത് എത്രയായിരിക്കും, എത്ര ക്യൂബിക് സെൻറ്റിമീറ്റർ ആയിരിക്കും? 36 × 1000, ദാറ്റ് ഈസ് 36,000 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ദ വോളിയം ഓഫ് വാട്ടർ ഈസ് ഓൾസോ ഗിവൺ ബൈ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. വി നോ ദ ലെങ്ത് ഈസ് 60 സെൻറ്റിമീറ്റർ ആൻഡ് വിഡ്ത്ത് ഈസ് 30 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കറിയാം ലെങ്ത് എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ ആണ്, വിഡ്ത്ത് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ ഒരു പ്രശ്നം ഹൈറ്റാണ് നമുക്കിനി കാണേണ്ടത്. നമുക്ക് എച്ച് ആണ് കാണേണ്ടത്, ബാക്കിയൊക്കെ ആദ്യത്തേൻ്റെ ഉണ്ട്. അപ്പോൾ നമുക്ക് 36 ലിറ്റേഴ്സ് ആണ് പറഞ്ഞതിനെ കൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, 36 × 1000 ചെയ്ത് 36,000 ക്യൂബിക് സെൻറ്റിമീറ്ററിലാക്കി. ഇനി നമുക്ക് വളരെ സിമ്പിളാണ്. നമ്മൾ വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണല്ലോ. അപ്പോൾ ഇവിടെ വോളിയം എന്ന് പറയുന്നത് 36,000 ആണ്. ഓക്കെ, പിന്നെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ 60 ആണ്, വിഡ്ത്ത് 30 ആണ്. നമുക്കിവിടെ ഹൈറ്റാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ഹൈറ്റിനെ മാത്രം ഇവിടെ വെച്ചു. അതായത് 36,000 ഡിവൈഡഡ് ബൈ 60 × 30. അതാണ് നിങ്ങളിവിടെ കാണുന്നത്. 60 × 30 എന്നും നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ 60 × 30നെ നമ്മൾ ഇൻറ്റു ചെയ്തിട്ട് 1800 ആക്കുകയും ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ 36,000 = 60 × 30 ഇൻറ്റു ഇനി നമുക്ക് പുതുതായിട്ട് കണ്ടുപിടിക്കേണ്ട ഹൈറ്റാണ്. ഓക്കെ, നമ്മൾ 36,000 = 60 × 30, ദാറ്റ് ഈസ് 1800 ഇൻറ്റു ഹൈറ്റ്. ഇനി ഹൈറ്റിനെ കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെയുള്ള ഈ 36,000 അപ്പുറത്തേക്ക് പോയിട്ട് 1800 ഇങ്ങനെ ആവും. ഓക്കെ, നമ്മുടെ ഇത് നിങ്ങൾ പ്രത്യേകം പഠിച്ചിരിക്കാനാണ്. ഇങ്ങനെ നമുക്ക് വോളിയം തന്നിട്ട് വേറെ കാണാനൊക്കെ വരും. കഴിഞ്ഞാൽ നമ്മൾ പ്രോബ്ലത്തിൽ ചെയ്ത് തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ സീറോസ് കട്ട് ചെയ്തു. ഇനി ഇവിടെ എന്താ ഉള്ളത്, 36,000 അല്ല, ഒരു 0. ഇനി നമുക്കുള്ളത് 3,600ഉം 180 ആണ് ഉള്ളത്. അത് നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 20 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് 36,000, അപ്പോൾ നമ്മൾ സീറോസ് കട്ട് ചെയ്തു. ഇനി 360/18 ആണുള്ളത്. 360/18 എത്രയാണ്, 20 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ദ ഹൈറ്റ് ഓഫ് ദ വാട്ടർ ലെവൽ ഈസ് 20 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്തത് മാച്ച് ചെയ്യാനാണ്. Another form of fraction in column A is given in column match the correct pairs. ഇവിടെ കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് മാച്ച്. അത് നമ്മൾ ആദ്യം ഇത് മാച്ച് ചെയ്യുക, എന്നിട്ട് ഇതിൽ നിന്ന് ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ആയത് നമ്മൾ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ 2/3, 3/5, 1/4 കോളം എയിലുള്ളത്. കോളം ബിയിലുള്ള 6/10, 8/12, 3/12. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ കറസ്പോണ്ടിങ് ഫ്രാക്ഷന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് 2/3 നോക്കാം. ആദ്യം നമുക്ക് 2/3 നോക്കാം. 2/3 എന്ന് പറയുമ്പോൾ നമുക്കതിനെ 12ലേക്ക്, അതായത് 3ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നത് ഇവിടെ 12 ആണ്. അപ്പോൾ നമുക്ക് 12ലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം, 3 × 4 ആണ് 12. അപ്പോൾ നമ്മൾ 2 × 4 ചെയ്യണം. അപ്പോൾ നമുക്ക് 8 കിട്ടി. അപ്പോൾ നമ്മുടെ 2/3 എന്തായിരിക്കും, 8/12 ആണ്. ഇനി അടുത്ത 3/5 ആണ്. 3/5 എന്ന് പറയുമ്പോൾ 5ൻ്റെ മൾട്ടിപ്പിൾസ് വേണം. അത് ഇവിടെ ഉള്ളത് 6/10 ആണ്. അപ്പോൾ 5നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലും നമുക്ക് 10 കിട്ടുക, 2 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ്. അപ്പോൾ നമ്മൾ 3 കൊണ്ട് 3നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം, 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പം 6/10 കിട്ടി. അപ്പം നമ്മുടെ 3/5 6/10 ആണ്. പിന്നെ ആകെയുള്ള 1/4 ആണ്. 1/4 എന്തായിരിക്കും, 3/12 തന്നെ ആയിരിക്കും. അതും നമുക്ക് ചെയ്ത് നോക്കാം. 1/4 എന്ന് പറയുമ്പം നമുക്ക് 12ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം 4 × 3 12, 1 × 3 3/12. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്, നമുക്ക് ഓപ്ഷൻസ് അതും നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. 1 ബിനോടാണ് മാച്ച്. അപ്പോൾ 1 ബി ഇവിടെയുണ്ട്. അടുത്ത് നോക്കാം. 2 എനോടാണ് മാച്ച്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മുടെ ആൻസർ ഇതാണ്, ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരാം, കോളം മാച്ച് ചെയ്യാനൊക്കെ വരാം. അപ്പോൾ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
2/3 ഇക്വലൻ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ കാണാൻ നമ്മൾ എന്ത് ചെയ്തു 4 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ 2 × 4 8, 3 × 4 12. ഇനി 3/5 ഇക്വലൻ്റ് ആയിട്ടുള്ള കാണാൻ നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ നമുക്ക് 6/10 കിട്ടി. 1/4 ഇക്വലൻ്റ് കാണാൻ നമ്മൾ 3 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ നമുക്ക് 3/12 കിട്ടി. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് 1A, 2A, 3C ആണ്. ഓക്കെ.